ഹലോ, KNK സെക്കൻഡ് ഹാൻഡ് കാർ സെയിൽസ് ഷോറൂം. ഞാനൊരു കാർ എടുക്കുന്ന കാര്യം പറയാൻ വേണ്ടിട്ട് വിളിച്ചതാണേ. പറയൂ സാർ. അത് എന്റെ ഭാര്യയുടെ 45ാമത്തെ വിവാഹ വാർഷികമാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി സാർ. താങ്ക് യു. അപ്പൊ ഞങ്ങൾക്ക് ഒരു ടൂറ് പോകാനായിട്ടൊരു കാറ് വേണമായിരുന്നു. ഓക്കെ സാർ. അതെന്താ സാർ നമ്മുടെ ഷോറൂമിലേക്ക് വന്നാൽ സാർ? അല്ല, പിന്നെ വേറൊരു കാര്യമുണ്ട്. AC വേണ്ട. ഓക്കെ, AC വേണ്ട സാർ. കാരണം നമ്മളിപ്പോ CC അടഞ്ഞ് തീരാറായിരിക്കും. അപ്പൊ പിന്നെ AC-യുടെ ആവശ്യം ഇല്ലല്ലോ. ഓക്കെ സാർ. പിന്നെ വേറൊരു കാര്യം, ഇത് നമുക്ക് ലോങ് ട്രിപ്പ് പോകാനായിട്ടാണ്. അപ്പൊ ഇത് ലോങ് ഒക്കെ ഓടിക്കാൻ പറ്റുമോ? സാർ എവിടേക്കാണ് സാർ ലോങ് ട്രിപ്പ് പോകുന്നത്? കുളു മണാലി. എവിടെ? കുളു മണാലി എന്ന് പറഞ്ഞാൽ ഈ തണുപ്പുള്ള സ്ഥലമല്ലേ സാർ? കാറിനകത്ത് AC ഇല്ലല്ലോ, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാന്ന്. അങ്ങനെ സാർ ഒരു കാര്യം ചെയ്യൂ, നാളെ രാവിലെ ഭാര്യയും കൂട്ടി ഒന്ന് ഷോറൂമിലേക്ക് വന്നാൽ മതി. വന്നേക്കാം. ഓക്കെ സാർ. ഓക്കെ. ഹലോ, നമസ്കാരം. അയ്യോ, നമസ്കാരം സാർ. ഞാൻ നേരത്തെ ഇവിടെ വന്നൊരു 13 ലക്ഷം രൂപയുടെ കാർ എടുത്തിരുന്നു. എനിക്കറിയാം സാർ, നമ്മുടെ മെയിൻ കസ്റ്റമർ അല്ലേ സാർ? കാരണം ഞാൻ നന്നായിട്ട് വണ്ടി ഓടിക്കും. അതെനിക്കറിയാം സാർ, അതുകൊണ്ടാണല്ലോ കിണറ്റി കൊണ്ടിട്ടത്. സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എനിക്ക് ആദ്യം ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ വണ്ടിയില്ല, നമ്മുടെ എയർ ബാഗ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഈ സാധനം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ നേരെ കൊണ്ടുവന്ന കിണറ്റിലിട്ടത്. നന്നായി സാർ. നോക്കിയ സമയത്ത് എഞ്ചിൻ മാത്രമേ ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ സാറിന്റെ പഴയ 13 ലക്ഷത്തിന്റെ വണ്ടിയില്ലേ, അപ്പൊ അതിലൊരു മാർക്കറ്റ് വില ഇട്ടിട്ട് ഇവിടുന്ന് ഒരു വണ്ടി എടുക്കാനാണ് സാറിന്റെ പ്ലാൻ. അത് ഞങ്ങള് കമ്പനിയിലും സംസാരിച്ചപ്പോ അതിന് 50,000 രൂപ തരാൻ പറ്റത്തുള്ളൂ സാർ. നീ എന്തിനാടാ ചിരിക്കുന്നത്? അത് ഞങ്ങളുടെ ഒരു പോളിസിയാണ് സാർ. അല്ലല്ല, ഇങ്ങനെ കസ്റ്റമറിനോട് ചിരിച്ചേ പെരുമാറാവൂ. 50,000 രൂപയുടെ വണ്ടിയോ? അതെ, 50,000 രൂപ വണ്ടിയാണ് സാറിന് ഈ കിടക്കുന്നത്. അപ്പോ എയർ ബാഗ് ചെക്ക് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ഈ കിടക്കുന്നത്. വണ്ടി ഓടിക്കാൻ തീരുമാനമില്ലേ സാർ? അല്ല, ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല. പിന്നെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ഭാര്യയുടെ അനിയത്തിയുടെ വിവാഹമാണ്. അപ്പൊ അതിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാവർക്കും കൂടെ പോകാനായിട്ടാണ് ഞാനൊരു കാർ എടുക്കാനായിട്ട് വന്നത്. കടബാധ്യതകൾ കൊണ്ട് ഒന്നും കൊണ്ട് നിൽക്കാൻ പറ്റാത്ത സമയത്ത് ഞാൻ അങ്ങ് ഗൾഫിൽ പോയി ഉണ്ടാക്കിയ കാശാണ്. എന്നിട്ട് കടബാധ്യത തീർന്നു സാർ? ഇപ്പൊ 2 രാജ്യത്ത് കടവായി. നമ്മള് കടം തീർക്കാനായിട്ട് പോയാലും നമ്മുടെ കടബാധ്യതകളൊന്നും തീരൂല്ല. അതുകൊണ്ട് തന്നെയാണ് സാറിന് ഭാഗ്യമുണ്ട്. ഒരു ഓട്ടോമാറ്റിക് കാറാണ് ഞാൻ സാറിന് വേണ്ടി മാറ്റിയിട്ടേക്ക്. അങ്ങനത്തെ കാർ തന്നെ കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്റെ ഭാര്യ എന്റെ ക്രിക്കറ്റ് കുത്തും. അവൾ പറഞ്ഞിട്ടുള്ള ഓട്ടോമാറ്റിക് കാർ മതി എന്നാണ്. പിന്നെ സാർ, ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, എന്താണ് നമ്മുടെ ഓട്ടോമാറ്റിക് കാറിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? പെൻഡ്രൈവ് ആണ്. പെൻഡ്രൈവോ? പിന്നെ കമ്പ്യൂട്ടർ അല്ല ഞാൻ ചോദിച്ചത്, കാറാണ് എനിക്ക് വേണ്ടത്. അയ്യോ അല്ല, ഇതൊരു ലേഡി ഓടിച്ച വണ്ടിയാണ്, പെൻഡ്രൈവ് ആണ്. പക്ഷെ വണ്ടിക്ക് ഭയങ്കര പ്രത്യേകതയാണ് സാർ. എന്താണ്? ഈ വണ്ടി വീട് കോടതി അങ്ങനെ ഓടിയ വണ്ടിയാണ്. അങ്ങനെ കേസും കൊല്ലാപ്പുള്ള വണ്ടിയൊന്നും എനിക്ക് വേണ്ട. കേസും കൊല്ലപ്പല്ല സാർ, ഇതൊരു വക്കീലിന്റെ ഇരുന്ന വണ്ടിയാണ് സാർ. ഒരു ലേഡി വക്കീല്. വീട് കോടതി ശരിക്കും കേസുള്ള വക്കീലാണല്ലേ? അതെ. എത്ര വർഷം പഴക്കമുണ്ട്? 10 വർഷത്തെ പഴക്കമുണ്ട് സാർ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 250. അപ്പൊ നല്ല കേസുള്ള വക്കീലേ സാറേ. നമ്മളെ വണ്ടിക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അത് വേണം, അതുള്ള വണ്ടി എടുക്കണമെന്ന് തന്നെയാണ് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടിരിക്കുന്നത്. 80-ന് മേലെ കയറരുത് സാർ. അതെന്നാ? ഫോൺ വർക്ക് ആവത്തില്ല. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടി വേണം, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതെ. പിന്നെന്താണ്? പിന്നെ രാത്രി കാലങ്ങളിൽ ഹോൺ അടിക്കരുത് സാർ. അതെന്താ? ലൈറ്റ് കത്തത്തില്ല. ഓട്ടോമാറ്റിക്. പിന്നെ നമ്മുടെ കാറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്നാൽ, എന്താണ്? വണ്ടി നമ്മൾ ഓടിച്ചു പോകുമ്പോൾ പെട്രോൾ എങ്ങാനും തീർന്നാൽ അതവിടെ നിൽക്കും. സാറിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലാവും. പിന്നെ സാറ് കാർ ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് ഞങ്ങളുടെ വകയായിട്ട് ഒരു ഗിഫ്റ്റ് ഉണ്ട് സാറിന്. എന്താണോ? ഒരു ഹെൽമെറ്റ്. ഈ കാർ എടുക്കുന്ന എനിക്ക് എന്തിനാ ഹെൽമെറ്റ്? ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പെട്രോൾ തീർന്ന് വഴി നിൽക്കുമെന്ന്. അങ്ങാനും വഴി നിന്ന് കഴിഞ്ഞാൽ ആ ഹെൽമെറ്റ് എടുത്ത് വെച്ച് ഏതെങ്കിലും വണ്ടിക്ക് ലിഫ്റ്റ് അടിച്ച് പോയാൽ 100 രൂപ പെട്രോൾ വെച്ച് ഒഴിച്ചുകൂടെ? സംഭവങ്ങളും കാര്യങ്ങളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല, ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി പ്രത്യേകിച്ചൊന്നുമില്ല സാർ. കാരണം ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് ഇവിടെ ആയാലും ഞാൻ 2-3 പ്രാവശ്യം സിഗരറ്റ് വലിക്കും. സാറേ, ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. എന്താ? വാഹനത്തിനകത്തിരുന്ന് പുക വലിക്കരുത്. ഇതൊരു ഇൻഫർമേഷൻ മാത്രമല്ല, വേറൊരു പ്രശ്നം കൂടിയുണ്ട്. എന്താണ്? ഈഗോ അടിക്കും. ആർക്ക്? എഞ്ചിന്. ഓൾറെഡി അത് പുക വിടുന്നുണ്ടല്ലോ. കാറിന്റെ അകത്തിരുന്ന് പുക വിട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമാണ് സാർ. ഓട്ടോമാറ്റിക്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ കൊള്ളാം, പക്ഷെ എനിക്കിതിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയത്തില്ല. കാരണം ഒരു പ്രാവശ്യം നമ്മൾ അബദ്ധത്തിൽ പെട്ടു. അതുകൊണ്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന എന്റെ മാമനാണ്. മാമൻ വന്ന് വണ്ടി കണ്ടു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ വണ്ടി നമ്മൾ എടുക്കും. എന്റെ മാമൻ എന്ന് പറഞ്ഞാൽ പഴയ സ്ക്രൂ ഡ്രൈവറാ. അപ്പൊ മാമി എന്ന് പറഞ്ഞാൽ പഴയ സ്പാനറാണോ? സ്ക്രൂ ഡ്രൈവർ അല്ലെന്ന്, പിന്നെ പഴയ സ്കൂൾ ഡ്രൈവർ. അംബാസിഡർ കാറിൽ ഒരുപാട് ആൾക്കാരെ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടുള്ള ആളാണ് എന്റെ മാമൻ. ആ ആള് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ. മാമൻ വരാതെ ഇനി ഒരു കാര്യം വേണ്ട. മാമൻ വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. മാമൻ വന്നിട്ട് നമുക്ക് സംസാരിക്കാം. അതാണ് വേണ്ടത്.
നമസ്കാരം. നമസ്കാരം. ഞാൻ ഭ്രാന്തായി. അയ്യോ, ആദ്യമായിട്ടാണ് ഒരാൾ വന്ന് എന്റെ അടുത്ത് ഭ്രാന്താണെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നത്. എനിക്ക് അങ്ങോട്ട് കിട്ടിയില്ല. ഇത് ആരാ? വണ്ടി ഭ്രാന്തന്ന്. വണ്ടി ഭ്രാന്തനാ? ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്റെ മറ്റേ സ്കൂൾ ഡ്രൈവർ മാമൻ. സാറിന്റെ മാമനാണോ? ദാണ്ട് ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. എവിടെ? ദാണ്ട് ഇത്. എടാ, ഈ കമ്പിളി പതപ്പ് മേടിക്കാനാണ് നീ എന്നെ കൊണ്ടുവന്നത്. കമ്പിളിപ്പതപ്പല്ല മാമ, ഈ കമ്പിളിപ്പതപ്പിന്റെ അടിയിലാണ് നമ്മുടെ കാർ കിടക്കുന്നത്. അതിന്റെ അടിയിരിക്കണം. ഇപ്പൊ പൊക്കി നോക്കരുത്. ഇതിന് നമുക്കൊരു ടൈമിംഗ് ഉണ്ട്. അതായത് നമ്മുടെ രാഹുകാലങ്ങളും കാര്യങ്ങളും നോക്കിയിട്ട് മാത്രം ഇത് പൊക്കി നോക്കാനായിട്ട് പറ്റത്തുള്ളൂ മാമ. നീ വന്നോ. എന്താ മാമ? ഇത് അഴുക്ക വണ്ടിയുടെ കൊള്ളൂല. അത് അന്ന് മാമ അങ്ങനെ ഇടുക്ക് വണ്ടി എന്റെ ഉണ്ടെന്ന്. അതെന്നെ വർത്താനോ മാമ പറയണത്? 2005 മോഡല് മാരുതി 800 കിടുക്ക് വണ്ടി ഞാൻ സെറ്റാക്കി തരാം. സമാധാനപ്പെട്ട് നില്ല അവിടെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.